തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതൻ ഹൈക്കോടതിയെ സമീപിച്ചു. സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുമതി തേടിയാണ് ഹർജി സമർപ്പിച്ചത്. സത്യപ്രതിജ്ഞ ചെയ്യാനായി ജയിലിൽ നിന്നും വിട്ടയക്കണം. കാപ്പ ചുമത്തി ജയിലിലായത് കാരണം സത്യപ്രതിജ്ഞ ചെയ്യാനാകുന്നില്ല എന്നും ഹർജിയിൽ ആർ. സുഗതൻ ചൂണ്ടിക്കാട്ടി. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എന്തായാലും നിർണായകമായ തീരുമാനം അല്ലെങ്കിൽ നടപടികളിലേക്കൊക്കെ തന്നെയും കടക്കുകയാണ്. അതിൽ ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ആർ. സുഗതൻ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം തന്റെ ഹർജിയിൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്? വിഷ്ണു, ആർ. സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് തന്നെ ഇടക്കാലത്തേക്ക് വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി നിയമപ്രകാരം ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ട് സർക്കാരിനോട് നിലപാട് അറിയിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് സുഗതന് സത്യപ്രതിജ്ഞ ജയിലിൽ വെച്ച് നടത്താൻ സാധിക്കുമോ, ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യത്തിലാണ് സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കേണ്ടത്. തിങ്കളാഴ്ചക്കകം നിലപാട് വ്യക്തമാക്കണം. തിങ്കളാഴ്ച ഈ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വീണ്ടും പരിഗണിക്കുന്നു. പ്രധാനമായിട്ടും സുഗതൻ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ഈ സത്യപ്രതിജ്ഞയ്ക്കായിട്ട് ഇടക്കാലത്തേക്ക് തന്നെ വിട്ടയക്കണം. സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള ഉത്തരവ്, പുതിയതായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള ഉത്തരവ് ഹൈക്കോടതിയുടേതാണ്. കാപ്പ ചുമത്തി ജയിലിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ തനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് സുഗതൻ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, നെടുമങ്ങാട് കോടതി 2 കേസുകളിൽ, കാപ്പയ്ക്ക് ആധാരമായിട്ടുള്ള 2 കേസുകളിൽ ഇടക്കാല ജാമ്യം കഴിഞ്ഞ ദിവസം സുഗതന് നൽകിയിരുന്നു. 1 ദിവസത്തേക്കാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് ഹൈക്കോടതി ഈ ഹർജിയിൽ ഏതെങ്കിലും തരത്തിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കണമെന്നുള്ളതാണ്. ഈ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് മാത്രം തന്നെ അനുവദിക്കണം എന്നുള്ളതാണ് ഹർജിയിൽ സുഗതൻ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം. ഒരുപക്ഷെ സത്യപ്രതിജ്ഞയ്ക്ക് അനുവദിക്കാത്ത പക്ഷം അത് തന്റെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ തന്റെ അവകാശം ഹനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. അത് മാത്രമല്ല, ഹൈക്കോടതി തന്നെയാണ് ഈ 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഈ സത്യപ്രതിജ്ഞ ചെയ്യാതിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ ലംഘനമായിട്ട്, അതിനെ നിയമവിരുദ്ധതയായിട്ട് കണക്കാക്കേണ്ടി വരും എന്നുള്ളതാണ് ഹർജിയിൽ സുഗതൻ വാദമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. പ്രാഥമികമായിട്ട് ഈ ഹർജി ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കുകയും തിങ്കളാഴ്ച ഈ ഒരു ഹർജിയിന്മേൽ സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കണം. മാത്രമല്ല, ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ സുഗതന് ജയിലിൽ വെച്ച് തന്നെ ചെയ്യാനാകുമോ, സാധിക്കുമോ, അതിന്റെ നടപടിക്രമങ്ങൾക്ക് സാധുതയുണ്ടാകുമോ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാർ രേഖാമൂലം തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത്. എന്തായാലും നേരത്തെ തന്നെ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. നിലവിൽ ഈ ഇടക്കാല ജാമ്യം കീഴ്ക്കോടതിയിൽ നിന്ന് ലഭിച്ചൊരു സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഈ ഹർജിയിൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനത്തിന് വിധേയമായിട്ട് സുഗതന് സത്യപ്രതിജ്ഞയ്ക്ക് പുറത്തിറങ്ങാൻ സാധിക്കും. അതിന് ഹൈക്കോടതിയുടെ അനുമതി അന്തിമമായിരിക്കണം, അനിവാര്യമായിരിക്കണം. എന്തായാലും തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണം. ജയിലിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് സാധ്യതയുണ്ടോ എന്ന കാര്യത്തിൽ. അതിനുശേഷമായിരിക്കും ഈ ഇടക്കാലത്തേക്കെങ്കിലും സത്യപ്രതിജ്ഞയ്ക്കായിട്ട് സുഗതനെ വിട്ട് അയക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതി ഒരു രേഷ്മ, എന്തായാലും നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത്.